നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഷ്ടലക്ഷ്മികളുടെയും അനുഗ്രഹം ലഭിക്കുന്ന വരലക്ഷ്മി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ച് ലക്ഷ്മി ദേവി തന്നെ നേരിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അത്ഭുത വ്രതമാണ് വരലക്ഷ്മി വ്രതം അഥവാ വരമഹാലക്ഷ്മി വ്രതം. വിവാഹപ്രായമായ പെൺകുട്ടികൾ വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അവർക്ക് നല്ലൊരു വരനെ ലഭിക്കുന്നതാണ്. ഇനി വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടിയും വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി മാത്രമല്ല, അവരുടെ വരുമാനവും കീർത്തിയും വർദ്ധിക്കുവാനും കൂടാതെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുവാനും സ്ത്രീകൾ വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഒരു വീടായാൽ ആ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും നിറയേണ്ടതാണ്. പൊതുവെ പല വീടുകളിലും വരുമാനം ധാരാളം ഉണ്ടാകും. എന്നാൽ ആ വീട്ടിലുള്ളവർക്ക് മനസന്തോഷം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ മറ്റു ചില വീടുകളിലാണെങ്കിൽ വരുമാനം ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നിരുന്നാലും ആ വീട്ടിൽ മനസന്തോഷം ഉണ്ടാകുന്നതാണ്. അതിന് കാരണം എന്താണെന്നാൽ അത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ മനസന്തോഷം നിലനിൽക്കുവാനും കൂടാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടെ ജീവിക്കുവാനും മാത്രമല്ല, ഇതുപോലെയുള്ള സകല നന്മകളും ഐശ്വര്യവും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുവാനും ഒരു സ്ത്രീ നിർബന്ധമായും എടുക്കേണ്ട വ്രതമാണ് വരലക്ഷ്മി വ്രതം. ഇനി പുരുഷന്മാർക്ക് വരലക്ഷ്മി വ്രതം എടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കും ഈ വ്രതം എടുക്കാവുന്നതാണ്. ഇതുകൂടാതെ മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയും അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയും അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇത്രയേറെ നന്മകൾ തരുന്ന ഈ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്നാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. 2024 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചയാണ് ഇത്തവണത്തെ വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ലക്ഷ്മി ദേവി നേരിട്ട് തന്നെ പറഞ്ഞു തന്ന ഈ വ്രതം വിധിപ്രകാരം അനുഷ്ഠിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും കൂടാതെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ്. ഇനി വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്നേ ദിവസം ചെയ്യേണ്ട പൂജ. ഇനി വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും വരലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. വരലക്ഷ്മി വ്രതം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ചയാണ്. എന്നാൽ വരലക്ഷ്മി പൂജ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചയും. വ്രതം അനുഷ്ഠിക്കുന്നവരും പൂജ ചെയ്യുന്നവരും തലേ ദിവസം മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തലേ ദിവസം തന്നെ നമ്മുടെ വീടും പരിസരവും നല്ലതുപോലെ വൃത്തിയാക്കേണ്ടതുമാണ്. ഇനി വരലക്ഷ്മി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം പൂർണ്ണമായും ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് പൂജ ചെയ്യുമ്പോൾ ഇരട്ടി ഫലമാണ് നമുക്ക് വന്നു ചേരുന്നത്. ഇനി പൂർണ്ണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വരലക്ഷ്മി പൂജ ചെയ്യുന്നതിന് മുൻപായി ആദ്യം ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിച്ച് വരവേൽക്കുക എന്നതാണ്. ഇനി വളരെ ലളിതമായി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വരലക്ഷ്മി പൂജ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വരലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി ആദ്യം തന്നെ കലശമാണ് തയ്യാറാക്കേണ്ടത്. കലശം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ചെറിയ കലശം എടുക്കുക. ഇനി കലശത്തിൽ നൂൽ ചുറ്റുവാൻ അറിയാവുന്നവർക്ക് അതിൽ നൂൽ ചുറ്റാവുന്നതാണ്. കലശത്തിൽ നൂൽ ചുറ്റുവാൻ അറിയില്ല എങ്കിൽ കലശത്തിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടതിന് ശേഷം കലശത്തിന്റെ മുകൾ ഭാഗത്തായി 3 തവണ നൂൽ ചുറ്റാവുന്നതാണ്. അതിനുശേഷം കലശത്തിന്റെ 1/4 ഭാഗത്തോളം പച്ചരി നിറയ്ക്കുക. അതിനുശേഷം കലശത്തിനുള്ളിലേക്ക് ഒരു നാരങ്ങ, 1 കഷ്ണം മഞ്ഞൾ, 1 ഏലക്ക, 3 ഗ്രാമ്പൂ, 5 നാണയം, 1 ചെറിയ കഷ്ണം പച്ച കർപ്പൂരം, അതിനോടൊപ്പം നിങ്ങളുടെ പക്കലുള്ള സ്വർണവും കലശത്തിനുള്ളിലേക്ക് ഇടാവുന്നതാണ്. ഇനി സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ സ്വർണ്ണ നാണയവും ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നാണയം വെക്കുമ്പോൾ സ്വർണ്ണ നാണയമോ അല്ലെങ്കിൽ വെള്ളി നാണയമോ വെക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിൽ 1 രൂപയുടെ 1 നാണയമോ അല്ലെങ്കിൽ 5 നാണയമോ വെക്കാവുന്നതാണ്. അതിനുശേഷം കലശത്തിന് മുകളിലായി 7 അല്ലെങ്കിൽ 9 മാവില വെക്കുക. പിന്നീട് ഒരു കുടുംബയുള്ള തേങ്ങ എടുത്ത് അതിൽ നല്ലതുപോലെ മഞ്ഞൾ പൂശി ആ തേങ്ങയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെച്ച് ആ തേങ്ങ
ലക്ഷ്മി ദേവിയായി സങ്കല്പിച്ച് കലശത്തിന് മുകളിലായി വെക്കുക. അതിനുശേഷം ഒരു മഞ്ഞ നൂലുകൊണ്ട് 3 ചുറ്റി കെട്ടി അത് ലക്ഷ്മി ദേവിക്ക് താലിയായി ചാർത്താവുന്നതാണ്. വരലക്ഷ്മി പൂജയ്ക്ക് ലക്ഷ്മി ദേവിയുടെ ഫേസ് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈനായും ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കലശത്തിൽ വെച്ചിരിക്കുന്ന തേങ്ങായ്ക്ക് മുകളിലായി ഇങ്ങനെ വാങ്ങുന്ന ലക്ഷ്മി ദേവിയുടെ ഫേസ് കെട്ടിവെക്കാവുന്നതാണ്. ഇനി എല്ലാവർക്കും ചിലപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഫേസ് വാങ്ങി പൂജ ചെയ്യുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായ വരലക്ഷ്മി പൂജയെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇനി ലക്ഷ്മി ദേവിയുടെ ഫേസ് ഇല്ലെങ്കിലും ഈ കലശം ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് പൂജ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തേങ്ങയിൽ നല്ലതുപോലെ മഞ്ഞൾ പൂശാൻ മറന്നു പോകരുത്. ഇനി ലക്ഷ്മി ദേവിക്ക് മഞ്ഞൾ കൊണ്ട് താലി ചാർത്തിയതിനു ശേഷം ദേവിക്ക് പുതുവസ്ത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം ചാർത്താവുന്നതാണ്. പിന്നീട് പുതിയ ആഭരണങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളോ ദേവിക്ക് ചാർത്താവുന്നതാണ്. എത്രത്തോളം ലക്ഷ്മി ദേവിയെ നല്ല ഭംഗിയായി അലങ്കരിക്കുവാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഭംഗിയായി തന്നെ ലക്ഷ്മി ദേവിയെ അലങ്കരിക്കുക. ദേവിക്ക് വസ്ത്രവും ആഭരണങ്ങളും ചാർത്തിയതിനു ശേഷം മുല്ലപ്പൂ ഉണ്ടെങ്കിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ ഫേസ് ഇല്ലെങ്കിലും കലശം വെച്ചുകൊണ്ട് തന്നെ വരലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കലശം ലക്ഷ്മി ദേവിയായി സങ്കല്പിച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ആ കലശം നല്ല രീതിയിൽ അലങ്കരിക്കുക. കലശം തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു പീഠത്തിൽ അല്ലെങ്കിൽ ഒരു തളികയിൽ പച്ചരി നിരത്തുക. അതിനുശേഷം പീഠത്തിലെ പച്ചരിക്ക് മുകളിലായി അല്ലെങ്കിൽ തളികയിലെ പച്ചരിക്ക് മുകളിലായി കലശം വെക്കാവുന്നതാണ്. ഇനി വരലക്ഷ്മി പൂജ ചെയ്യേണ്ടത് ഏത് സമയത്താണെന്ന് നോക്കാം. ഓഗസ്റ്റ് 16-ാം തീയതി ബ്രഹ്മമുഹൂർത്ത സമയത്ത് വരലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് പൂജ ചെയ്യുന്നവർ ആ ഒരു സമയത്ത് തന്നെ ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിച്ച് സ്വീകരിച്ച് വരവേൽക്കാവുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ പൂജ ചെയ്യുവാൻ സാധിക്കാത്തവർ ഓഗസ്റ്റ് 16-ാം തീയതി രാവിലെ 9 മണി മുതൽ 10:20 പൂജ ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് പൂജ ചെയ്യുന്നവർ വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ രാവിലെ 7:20 ദേവിയെ വീട്ടിലേക്ക് ആനയിച്ച് വരവേൽക്കാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ പൂജ ചെയ്യുന്നവർ തലേന്ന് തന്നെ കലശം തയ്യാറാക്കി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി വരലക്ഷ്മി പൂജ വൈകിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 7:30 പൂജ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വരലക്ഷ്മി പൂജ വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് അത്യുത്തമം. ഇനി വെള്ളിയാഴ്ച വൈകിട്ടാണ് നിങ്ങൾ പൂജ ചെയ്യുന്നതെങ്കിലും രാവിലെ തന്നെ, അതായത് 6 മണിക്കും 7:20 ഇടയിലുള്ള ആ ഒരു ശുഭമുഹൂർത്തത്തിൽ തന്നെ ലക്ഷ്മി ദേവിയെ സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിച്ച് സ്വീകരിച്ച് വരവേൽക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ വരലക്ഷ്മി പൂജ ചെയ്യുന്നത് ഏത് സമയത്താണെന്ന് തീരുമാനിക്കുക. ആ പൂജ ചെയ്യുന്നതിന് 5 മിനിറ്റിനു മുൻപേ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കലശം വീടിന്റെ പുറത്ത് കൊണ്ടുവന്ന് ഒരു പീഠത്തിൽ വെക്കുക. ഇനി കലശം വെക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ മുഖം നമ്മുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം വീടിന് മുൻപിലായി കലശം വെക്കുവാൻ. ലക്ഷ്മി ദേവിയുടെ ഫേസ് ഇല്ലാതെ വെറും കലശം മാത്രമായിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആ കുങ്കുമം തൊട്ട ഭാഗം, അതായത് തേങ്ങയിൽ കുങ്കുമം തൊട്ട ഭാഗം നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം കലശം വെക്കുവാൻ. ഇനി കലശം വെക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, കലശം നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെ നോക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അതിനുശേഷം വീടിനുള്ളിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താവുന്നതാണ്. നിങ്ങൾ എവിടെയാണോ ലക്ഷ്മി ദേവിയെ ആനയിച്ച് സ്വീകരിച്ചിരുത്തുന്നത് ആ ഒരു ഭാഗത്ത് പീഠം തയ്യാറാക്കുക. ഇനി നിങ്ങൾ പൂജാമുറിയിലാണ് ലക്ഷ്മി ദേവിക്ക് ഇരിപ്പിടം തയ്യാറാക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പീഠം തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ ദേവിയെ എവിടെയാണോ സ്വീകരിച്ചിരുത്തുന്നത് അവിടെ വിളക്ക് കൊളുത്തിയതിനു ശേഷം പുറത്തു വെച്ചിരിക്കുന്ന കലശത്തിനു മുൻപിൽ ഒരു വിളക്ക് കൊളുത്തുക. അതിനുശേഷം ലക്ഷ്മി ദേവിയോട്, അമ്മേ ദേവി മഹാലക്ഷ്മി, എൻ്റെ വീട്ടിൽ ദേവി എഴുന്നള്ളണമെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. കൂടാതെ എൻ്റെ വീട്ടിൽ നീ നിരന്തരമായി തങ്ങണം. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യവും മനസമാധാനവും നൽകണം. ശരീരത്തിന് നല്ല ആരോഗ്യം നൽകണം. ഞങ്ങളുടെ ജീവിതം സന്തോഷകരവും ഐശ്വര്യം നിറഞ്ഞതുമാകണം. അതിനുവേണ്ടി അമ്മേ ദേവി അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് എഴുന്നള്ളി വരണം എന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി എൻ്റെ വീട്ടിൽ അമ്മ വരൂ അമ്മേ എന്ന് പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ ചൊല്ലി കർപ്പൂര ആരതി നൽകി പൂർണ്ണ ഭക്തിയോടുകൂടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കലശം
ഇരു കൈകൾ കൊണ്ടും എടുത്ത് പ്രാർത്ഥനയോടെ നമ്മുടെ വീടിനുള്ളിൽ ലക്ഷ്മി ദേവിയെ കൊണ്ടുവരിക. ഇനി വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ വലതുകാൽ വെച്ച് വേണം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. പിന്നീട് എവിടെയാണോ ദേവിയെ വെക്കുന്നത് അവിടെ ഒരു പീഠത്തിൽ നല്ലതുപോലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ദേവിയെ അവിടെ വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പീഠം ഇല്ല എങ്കിൽ ഒരു വാഴയിലയിൽ പച്ചരി നിരത്തി അതിനു മുകളിലായും ദേവിയെ വെക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഒരു പീഠത്തിൽ പച്ചരി നിരത്തി അതിനു മുകളിലും ദേവിയെ വെക്കാവുന്നതാണ്. ഇപ്പോൾ ദേവിയെ നമ്മുടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതു പൂജ ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഗണപതി ഭഗവാനെയാണ് പൂജ ചെയ്യേണ്ടത്. ഗണപതി വിഗ്രഹമില്ല എങ്കിൽ മഞ്ഞൾ ഗണപതിയെ തയ്യാറാക്കി ഈ പൂജയിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം ആദ്യം ഗണപതി ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ച് യാതൊരു തടസ്സവുമില്ലാതെ ഈ പൂജ ചെയ്യുവാൻ സാധിക്കുവാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലതുപോലെ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങളുടെ കുലദൈവത്തെയും നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനുശേഷമാണ് വരലക്ഷ്മി പൂജ ചെയ്യേണ്ടത്. പൂജ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്ക് കെട്ടാനുള്ള നോമ്പ് ചരട് വെക്കേണ്ടതാണ്. മഞ്ഞച്ചരടിൽ 9 കെട്ടുകളിട്ടാണ് നോമ്പ് ചരട് തയ്യാറാക്കേണ്ടത്. ആദ്യം തന്നെ ലക്ഷ്മി ദേവിക്ക് ധൂപദീപ ആരതി നൽകുക. പിന്നീട് നൈവേദ്യം സമർപ്പിക്കാവുന്നതാണ്. ഇനി നിവേദ്യമായി ചക്കരപ്പൊങ്കൽ, പഴവർഗ്ഗങ്ങൾ, വെറ്റ, പാക്ക് എന്നിവ സമർപ്പിക്കാവുന്നതാണ്. ഇനി പഴവർഗ്ഗങ്ങൾ വെക്കുമ്പോൾ 5 തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് വെക്കേണ്ടത്. നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലി പൂക്കളാൽ അർച്ചന ചെയ്യാവുന്നതാണ്. ഇനി അർച്ചന ചെയ്യുമ്പോൾ പൂക്കൾ, കുങ്കുമം, അക്ഷതം കൂടാതെ തുളസി ഇലകൾ കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ്. പിന്നീട് കർപ്പൂര ആരതി നൽകുക. അതിനുശേഷം വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ കയ്യിൽ നോമ്പ് ചരട് കെട്ടാവുന്നതാണ്. ഇനി ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനെ കൊണ്ട് നോമ്പ് ചരട് കെട്ടിക്കാവുന്നതാണ്. ഇനി ഭർത്താവ് വീട്ടിലില്ല എങ്കിൽ വീട്ടിലുള്ള മുതിർന്ന സുമംഗലികളെ കൊണ്ട് നോമ്പ് ചരട് കയ്യിൽ കെട്ടാവുന്നതാണ്. പൂജ കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം നിവേദ്യമായി സമർപ്പിച്ചത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രസാദമായി കഴിക്കാവുന്നതാണ്. ഇനി പൂജ ചെയ്യുന്ന സമയത്ത് ലളിതാ സഹസ്രനാമം, ലക്ഷ്മി നാമ സ്തോത്രങ്ങൾ കൂടാതെ കനകധാര സ്തോത്രം എന്നിവ ജപിക്കാവുന്നതാണ്. പൂജ കഴിഞ്ഞ് കലശത്തിൽ ഉപയോഗിച്ച മഞ്ഞളും നാണയത്തുട്ടുകളും നിങ്ങളുടെ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. ബാക്കിയുള്ള വസ്തുക്കൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ലക്ഷ്മി ദേവി എന്നേക്കുമായി നിരന്തരമായി നമ്മുടെ വീട്ടിൽ തങ്ങാനാണ് നമ്മൾ വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതാണ്. ഇതിനെല്ലാം ഉപരി നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇത്തവണ സ്ത്രീകൾ എല്ലാവരും തന്നെ വരലക്ഷ്മി വ്രതം എടുക്കുവാനും കഴിയുന്ന രീതിയിൽ വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്യുവാനും മറന്നു പോകരുത്. ഇനി സ്ത്രീകളുടെ കയ്യിൽ കിട്ടുന്ന നോമ്പ് ചരട് പിറ്റേ ദിവസം അഴിച്ചു മാറ്റാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം തന്നെ ഈശ്വര പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.